TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +2 സുവോളജി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ഭാഗം വീഡിയോയാണിത്. ഈ വീഡിയോയിൽ നമുക്ക് ആദ്യമായിട്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. The type of inheritance in which the F1 phenotype do not resemble either of the two parents but shows an intermediate character is called incomplete dominance. അപ്പോൾ ഈ പ്രതിഭാസം എന്താണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. എക്സാമ്പിൾ, the inheritance of flower color in the dog flower snapdragon or antirrhinum. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ അഥവാ ആന്റിറിനം ജീനസിൽ വരുന്ന ഒരു ഫ്ലവറിലെ കളേഴ്സ് നമുക്ക് പിക്ചറിൽ കാണാം. ഈ ഫ്ലവറിൽ ഈ പ്ലാന്റില് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് കാണുന്നുണ്ട്. റെഡ് കളറിലുള്ള ഫ്ലവർ ഉണ്ട്, പിങ്ക് കളറിലുള്ള ഫ്ലവർ ഉണ്ട്, വൈറ്റ് കളറിലുള്ള ഫ്ലവർ ഉണ്ട്. ഇതിന്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് in a cross between true breeding red flowered and true breeding white flowered plants, ഒരു ജനറ്റിക് ക്രോസ് നടത്തുന്നു. എന്താണ് ജനറ്റിക് ക്രോസ്? റെഡ് കളർ ഫ്ലവറിലുള്ള പ്ലാന്റ്സിനെ വൈറ്റ് കളർ ഫ്ലവറിലുള്ള പ്ലാന്റ്സുമായിട്ട് ക്രോസ് ചെയ്യും. ഇത് ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആണ്. സെയിം ജനറ്റിക്കൽ പാറ്റേൺ ഉള്ള സെൽഫ് പോളിനേഷൻ വഴി അടുത്ത ജനറേഷൻ നടക്കുന്ന പ്ലാന്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പ്ലാന്റില് റെഡ് കളർ ഫ്ലവറിലുള്ള പ്ലാന്റിനെ വൈറ്റ് കളർ ഫ്ലവർ ഉള്ള പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യും. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്, ഒന്ന് ഡോമിനന്റ് കളറും മറ്റൊന്ന് റിസസീവ് കളറുമായിരിക്കും. കാരണം ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് ഡോമിനന്റ് അലിൽസിനെയാണ്. ഇപ്പൊ റെഡ് കളറിൽ സൂചിപ്പിക്കുന്ന അലിൽസ് ആണ് ക്യാപിറ്റൽ ആർ. അതിന്റെ തന്നെ റിസസീവ് അലിലാണ് സ്മോൾ ആർ. അത് സൂചിപ്പിക്കുന്ന കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. അപ്പൊ ഇത് രണ്ടിനെയും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ, ഗമീറ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൽ നിന്നും ഒരു ക്യാപിറ്റൽ ആറിന്റെ ഒരു ടൈപ്പ് ഗമീറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിൽ നിന്നും സ്മാൾ ആറിന്റെ ടൈപ്പ് ഗമീറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രണ്ടും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മാൾ ആർ ഉള്ള ഒരു സൈഗോട്ട് കിട്ടും. ഇപ്പൊ നേരത്തെ നമ്മൾ മെന്റലിന്റെ ലോ ഓഫ് ഡോമിനൻസിൽ പഠിച്ചതാണ്, ഒരു ഡോമിനന്റ് അലിൽ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. പക്ഷെ ഇവിടെ മെന്റലിന്റെ ലോ ഓഫ് ഡോമിനൻസിന് അഗൻസ്റ്റ് ആയിട്ട് ഇവിടെ എന്താ കാണുന്നത്? റെഡ് കളർ കിട്ടുന്നതിന് പകരം ഇവിടെ പിങ്ക് കളർ ഫ്ലവേഴ്സ് ആണ് F1 ജനറേഷനിൽ ഉണ്ടായത്. നോക്കൂ, ഇൻ എ ക്രോസ് ബിറ്റ്വീൻ ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവേർഡ് ആൻഡ് ട്രൂ ബ്രീഡിംഗ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്സ്, ദ F1 വാസ് പിങ്ക് ഇൻസ്റ്റെഡ് ഓഫ് റെഡ്. F1 ജനറേഷനിൽ കിട്ടിയത് എല്ലാ ഫ്ലവേഴ്സും എന്ത് കളറായിരുന്നു? പിങ്ക് കളറായിരുന്നു. റെഡ് കളറിലുള്ള ഒരു ഫ്ലവറും കിട്ടിയില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇതെല്ലാം റെഡ് ആയിരിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ അവിടെ പിങ്ക് ആണ് കണ്ടത്. നോക്കൂ, ഫ്ലവറിന്റെ കളറ് നമുക്ക് ഈ പിക്ചറിൽ വ്യക്തമായിട്ട് കാണാം. ഇവിടെ നമുക്ക് പിങ്ക് ഫ്ലവേഴ്സിനെ കാണാം, റെഡ് ഫ്ലവേഴ്സിനെ കാണാം, വൈറ്റ് ഫ്ലവേഴ്സിനെ കാണാം. ഇനി അടുത്ത F2 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്തു. When F1 was self-fertilized, the F2 resulted in the following ratio: 1:2:1. ക്രോസ് നോക്കൂ, F1 ജനറേഷനെ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തി. ഇവിടെ നമുക്ക് ഫീമെയിൽ ഗമീറ്റ്സ് കാണാം. ക്യാപിറ്റൽ ആറിന്റെ ഗമീറ്റും ഉണ്ട്, സ്മോൾ ആറിന്റെ ഗമീറ്റും ഉണ്ട്. ഇവിടെ മെയിൽ ഗമീറ്റ് കാണാം, ക്യാപിറ്റൽ ആറിന്റെ ഗമീറ്റും ഉണ്ട്, സ്മോൾ ആറിന്റെ മെയിൽ ഗമീറ്റും ഉണ്ട്. ഇവിടെ ക്രോസ് നടന്നപ്പോ ക്യാപിറ്റൽ ആറുമായിട്ട് ക്രോസ് ചെയ്തു, ക്യാപിറ്റൽ ആർ. അപ്പൊ അതിന്റെ ഫീനോടൈപ്പ് എന്തായിരുന്നു? റെഡ് കളർ ആയിരുന്നു.
ക്യാപിറ്റൽ ആർ വരുമ്പോൾ റെഡ് കളറാണ്. ഇനി സ്മോൾ ആറും ക്യാപിറ്റൽ ആറും കൂടെ ക്രോസ് ചെയ്തു. ആ ഫെർട്ടിലൈസേഷൻ നടന്നപ്പോൾ ഉണ്ടായ സൈഗോട്ട് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അവിടെ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണ് പിങ്ക് ഫ്ലവേഴ്സാ കിട്ടിയ. ഇനി ക്യാപിറ്റൽ ആറും സ്മോൾ ആറും കൂടെ ഈ ക്രോസ് നടന്നപ്പോൾ ഇവിടെ സ്മോൾ ആർ നേരത്തെ കിട്ടിയതുപോലെ തന്നെ വൈറ്റ് ആയിരുന്നു. ഇവിടെ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും സ്മോൾ ആറും കൂടെ വന്നപ്പോഴത്തേക്കും പിങ്ക് തന്നെ. ഇപ്പൊ മൊത്തം 4 ഔട്ട്പുട്ട് കിട്ടിയെന്ന് നമ്മൾ വിചാരിച്ചാല് അതിന്റെ നമ്മൾ ഫിനോട്ടിപ്പിക് റേഷ്യോ എഴുതുമ്പോൾ എത്ര റെഡ് ആണ്? 1 റെഡ്. എത്ര പിങ്ക്? 2 പിങ്ക്. എത്ര വൈറ്റ്? 1 വൈറ്റ്. അപ്പൊ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ത് വന്നു? 1:2:1. നേരത്തെ നമ്മൾ ടിപ്പിക്കൽ മോണോഹൈബ്രിഡ് ക്രോസിൽ നമുക്ക് കിട്ടിയ ഫിനോട്ടിപ്പിക് റേഷ്യോ 3:1 ആയിരുന്നു. ഇത് മൂന്നും ഒരുപോലത്തെ ഫിനോടൈപ്പ് ആയിരുന്നു. ക്യാപിറ്റൽ ആറും സ്മോൾ ആറും എല്ലാം ഒരുപോലത്തെ ഫിനോടൈപ്പ്. അങ്ങനെ നമുക്ക് 3:1 റേഷ്യോ ആണ് നമുക്ക് എവിടെ കിട്ടിയത്? ടിപ്പിക്കൽ ആയിട്ടുള്ള മോണോഹൈബ്രിഡ് ക്രോസിൽ കിട്ടിയത്. അപ്പൊ ഇത് ഡീവിയേഷൻ ഫ്രം മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് അല്ലെ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് ഡീവിയേഷൻ ഫ്രം മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. മെന്റൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ 3:1 റേഷ്യോ കിട്ടണമായിരുന്നു. ഇനി ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ പരിഗണിച്ച് നോക്കിയാലോ? അവിടെയും നമുക്ക് ക്യാപിറ്റൽ ആർ എത്ര? 1. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എത്ര? 2. സ്മോൾ ആർ എത്ര? 1. 1:2:1. അപ്പൊ ഈ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് മോണോഹൈബ്രിഡ് റേഷ്യോയ്ക്ക് സമാനമാണ് അല്ലെ. ജീനോട്ടിപ്പിക് റേഷ്യോ സെയിം, ബട്ട് ഫിനോട്ടിപ്പിക് റേഷ്യോ ഈസ് ഡിഫറൻറ്റ്. ബട്ട് ഇവിടെ നമുക്കൊരു സാമ്യത ഉള്ളത് എന്താണ്? ഫിനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 ആണ്. ജീനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 ആണ്. Phenotypic ratio 1 red is to 2 pink is to 1 white. Genotypic ratio 1 capital R is to 2 capital R is to 1 small r. So phenotypic ratio is equal to genotypic ratio, that is equal to 1:2:1. Incomplete dominance എന്ന് പറയുന്ന ഫിനോമിനനിൽ എന്താണ്? ജീനോട്ടിപ്പിക് റേഷ്യോയും ഫിനോട്ടിപ്പിക് റേഷ്യോയും സെയിം ആണ്. അപ്പൊ അത് മനസ്സിലാക്കുക. 1:2:1 ആണ് റേഷ്യോ. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2:1. അത് ജീനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 ആണ്. ഫിനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 ആണ്. അപ്പൊ നെയിം എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് ബോത്ത് ഫിനോട്ടിപ്പിക് റേഷ്യോ ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ ആർ സെയിം ഓർ 1:2:1 എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? That is a incomplete dominance. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത് നോക്കാം. Incomplete dominance is a genetic phenomenon in which both genotypic and phenotypic ratio are same. നമ്മൾ already പറഞ്ഞു. This happens because the dominant allele R is not completely dominant over the recessive allele R. So capital R small r shows an intermediate pink color. ഇവിടെ റെഡും വൈറ്റും തങ്ങളിൽ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ കിട്ടി. ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു അലിൽ ഡോമിനന്റ് അലിൽ, ആ ഡോമിനന്റ് അലിൽ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുമ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ആ ഡോമിനന്റ് അലില് ഒരു ജീന് ഉണ്ട്. ആ ജീന് ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ റെഡ് കളറിന് കാരണമായിട്ടുള്ള പ്രോട്ടീൻ ഏതാണോ ആ പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. സ്മോൾ ആർ അതിന് സഹായകമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്താണോ വൈറ്റ് കളർ, അതിന് വേണ്ട പ്രോട്ടീൻ എന്താണോ അത് പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അവിടെ എന്തോ പ്രശ്നം പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് ആ പ്രശ്നം? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് കളർ വരുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്ന ആൻസർ എന്താണ്? ക്യാപിറ്റൽ ആർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ ഡോമിനന്റ് ആണ്, പക്ഷേ ഈ സ്മോൾ ആറിന്റെ ആക്ഷനെ സപ്രസ് ചെയ്യാൻ പര്യാപ്തമായ അത്രയും ഡോമിനന്റ് അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ
നേരത്തെ നമ്മൾ പറഞ്ഞു എവരി ജീൻ കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ ടു എക്സ്പ്രസ് എ പർട്ടിക്കുലർ ട്രേറ്റ്. ഓരോ ജീനിലും അത് ഏത് സ്വഭാവത്തെയാണോ അത് പ്രകടമാക്കേണ്ടത് അത് പ്രകടമാക്കും. In diploid organism, the gene occurs in pairs known as alleles. എല്ലാ ഡിപ്ലോയിഡ് ഓർഗാനിസംസിലും അച്ഛനിൽ നിന്നും ഒരു അനിൽ കിട്ടും, അമ്മയിൽ നിന്നും വേറൊരു അലിൽ കിട്ടും. അപ്പൊ അങ്ങനെ എല്ലാ അലിൽസും പെയേഴ്സ് ആയിട്ടാണ് കാണുക. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഒരു പെയറാണ്, സ്മോൾ ആർ മറ്റൊരു പെയറാണ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ മറ്റൊരു പെയറാണ്. അലിൽസ് എല്ലാം പെയേഴ്സ് ആയിട്ടാണ് കാണുക. The alleles for a particular trait need not be always identical. എപ്പോഴും ഐഡന്റിക്കൽ അല്ല. One of them may be different due to some changes that it has undergone. ഈ ഒരു ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഡോമിനന്റ് അലിലാണ്. ആ ഡോമിനന്റ് അലിലിന് ഒരു ചേഞ്ച് വന്നിട്ടാണ് അത് റിസസീവ് അലിലായിട്ട് മാറുന്നത്. കെമിക്കൽ ഒരു കോൺഫിഗറേഷനിൽ നൈട്രജൻ ബേസിന്റെ സീക്വൻസിൽ വ്യത്യാസം വന്നിട്ടാണത്, ഒരു മോഡിഫിക്കേഷൻ വന്നിട്ടാണത് മറ്റൊരു അലിലായിട്ട് മാറുന്നത്. This change modifies the information that a particular allele contains. അപ്പൊ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡോമിനന്റ് അലിലിന് കെമിക്കൽ ചേഞ്ച് ഉണ്ടായിട്ട് റിസസീവ് അലിലായിട്ട് മാറുമ്പോൾ അത് എന്താണോ ജനറ്റിക് ഇൻഫർമേഷനെ കോഡ് ചെയ്തിരുന്നത് ആ കോഡ് ചെയ്തിരുന്ന ഇൻഫർമേഷന് മാറ്റം ഉണ്ടാകാം. അങ്ങനെ മാറ്റം ഉണ്ടാകുന്ന അലില് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം? ഇത് നോർമൽ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാം. നോർമലായിട്ട് നേരത്തെ റെഡ് കളറിന് ഏത് എൻസൈമാണോ, റെഡ് കളർ എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീനിന് എന്ത് എൻസൈമാണോ അതിന് സിന്തസിസിന് സഹായിക്കേണ്ടത് ആ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ലെസ് എഫിഷ്യന്റ് എൻസൈം, അത്രയും എഫിഷ്യന്റ് അല്ലാത്തൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി ചിലപ്പോൾ എങ്ങനെയാണ്, നോൺ ഫങ്ഷണൽ എൻസൈം ആയിരിക്കും. ഇപ്പൊ ക്യാപിറ്റൽ ആർ ഡോമിനന്റ് അലില് സ്മോൾ ആർ ആയിട്ട് മാറിയപ്പോ അവിടെ എന്ത് പറ്റി? ചിലപ്പോൾ ഒരു നോൺ ഫങ്ഷണൽ എൻസൈം ആയിരിക്കും ഉണ്ടാവുക. ക്യാപിറ്റൽ ആർ ആയിരുന്നപ്പോൾ ഫങ്ഷണൽ എൻസൈം ആയിരുന്നു, എന്നാൽ അത് സ്മോൾ ആർ ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അത് നോൺ ഫങ്ഷണൽ എൻസൈം ആകാം. അല്ലെങ്കിൽ നോ എൻസൈം അറ്റാ, നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാം. അതായത് ഇൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ദ റിസസീവ് ട്രൈറ്റ് ഈസ് സീൻ ഡ്യൂ ടു നോൺ ഫങ്ഷണൽ എൻസൈം. നോൺ ഫങ്ഷണൽ എൻസൈം കാരണമോ or because no enzyme is produced, അല്ലെങ്കിൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടോ ആകാം. റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻസൈം റെഡും ആറും ക്യാപിറ്റൽ ആറും സ്മോൾ ആറും കൂടെ വന്നപ്പോൾ എന്ത് സംഭവിക്കാം? ഈ സ്മോൾ ആർ എന്ന് പറയുന്ന ജീന് അല്ലെങ്കിൽ അലില് എന്ത് ചെയ്യാം? ഒരു നോൺ ഫങ്ഷണൽ എൻസൈംസിനെയോ അല്ലെങ്കിൽ ആ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാതെയോ വരാം. Hence, in incomplete dominance, the recessive trait is due to non-functional enzyme or because no enzyme is produced. അല്ലെങ്കിൽ ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ റെഡും വൈറ്റും കൂടെ ചേർന്നപ്പോൾ റെഡ് കിട്ടാതെ അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് കളറായിട്ടുള്ള പിങ്ക് കളറിലേക്ക് മാറിയത്. ഇവിടെ എൻസൈം നേരെ ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് റെഡ് ആയിട്ട് പൂർണ്ണമായിട്ട് മാറാതെ ഒരു ഇന്റർമീഡിയറ്റ് പിങ്ക് ആയിട്ട് മാറിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത മെന്റേലിയൻ ഇൻഹെറിറ്റൻസിലെ ഡീവിയേഷൻ, ഡോമിനൻസ്, ലോ ഓഫ് ഡോമിനൻസിൽ നിന്നുള്ള മറ്റൊരു ഡീവിയേഷൻ ഫിനോമിന മനസ്സിലാക്കാം. ഒരു ഡീവിയേഷൻ ഫിനോമിന ആയിരുന്നു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇനി മറ്റൊരു ഡീവിയേഷൻ ഫിനോമിനയാണ് കോ ഡോമിനൻസ് എന്ന് പറയുന്ന ഫിനോമിന. എന്താണെന്ന് നോക്കാം. It is the phenomenon in which the F1 generation resembles both the parents. രണ്ട് പാരന്റ്സിനെയും റിസംബിൾ ചെയ്യുക. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ്, ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. അപ്പൊ ഹ്യൂമൻ ബീയിങ്സിൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഷുഗർ പോളിമേഴ്സ് പ്രസന്റ് ഓൺ ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് RBC. ഇത് RBC ആണ്. RBCയുടെ പുറത്ത് ഈ കാണുന്ന ഷുഗർ മോളിക്യൂൾസ്, ഷുഗർ പോളിമർ മോളിക്യൂൾസ്, ഈ മോളിക്യൂൾസിന്റെ പ്രസൻസും ആബ്സെൻസുമാണ് ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. A ഗ്രൂപ്പ് ബ്ലഡ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരില് ഈ
എ ടൈപ്പ് ഷുഗർ പോളിമർ മോളിക്യൂൾ ഉണ്ടാകും. അതിനെ എ ആന്റിജൻ എന്നാ വിളിക്കുക. എ ആന്റിജൻ എന്നാ വിളിക്കുക. ഇപ്പൊ എ ഗ്രൂപ്പ് ബ്ലഡ് അവരില് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനുണ്ട്. ആ ജീനിനെ ക്യാപിറ്റൽ ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. RBCയുടെ പുറത്ത് ഈ ഷുഗർ മോളിക്യൂളിന്റെ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ക്യാപിറ്റൽ ഐ. ഈ ക്യാപിറ്റൽ ഐ ചില ആൾക്കാരില് എ എന്ന് പറയുന്ന ആന്റിജനെ പ്രൊഡ്യൂസ് ചെയ്യും, ചില ആൾക്കാരില് ബി എന്ന് പറയുന്ന ആന്റിജനെ പ്രൊഡ്യൂസ് ചെയ്യും, ചില ആൾക്കാരിൽ ഇത് രണ്ടും ഉണ്ടാകും. എ ആന്റിജനും ഉണ്ടാകും, ബി ആന്റിജനും ഉണ്ടാകും. ചില ആൾക്കാരിൽ ഈ ആന്റിജൻ പോളിമേഴ്സേ കാണത്തില്ല. ഇപ്പൊ എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ആയിരിക്കും, ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ് ആയിരിക്കും, എയും ബിയും ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ് ആയിരിക്കും. ഇത് രണ്ടുമില്ലെങ്കിൽ ഒ ഗ്രൂപ്പ് ആയിരിക്കും. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ള ജീനാണ് ക്യാപിറ്റൽ ഐ. ഈ ക്യാപിറ്റൽ ഐ എന്ന് പറയുന്ന ജീനിന് 3 അലിൽസ് ഉണ്ട്. സാധാരണ നമ്മൾ പഠിച്ചത് ഒരു ജീനിന് 2 അലിലേ ഉണ്ടാവും, ഒരു ഡോമിനന്റ് അലിലും ഒരു റിസസീവ് അലിലും. എന്നാൽ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന ജീനിന് 3 അലിൽസ് ഉണ്ട്. അതെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? IA, IB ആൻഡ് സ്മോൾ ഐ. ഇപ്പൊ ഒരാളിന്റെ ശരീരത്തില് അയാളുടെ ജീനായിട്ട് IA എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ടെങ്കിൽ, ഒരു അല്ലിലുണ്ടെങ്കിൽ, അയാൾക്ക് എ ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ആയിരിക്കും. ഇനി IB എന്ന് പറയുന്ന അല്ലിലാണുള്ളതെങ്കിൽ അയാൾക്ക് ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. എന്നാൽ ചില ആൾക്കാർക്ക് ഈ 2 ഡോമിനന്റ് അല്ലിലും ഉണ്ടാകും. IAയും ഉണ്ടാകും, IBയും ഉണ്ടാകും. സാധാരണ രീതിയിൽ ഒരു വ്യക്തിയിൽ ഒരു ഡോമിനന്റ് അല്ലിലേ ഉണ്ടാവൂ. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ 2 ഡോമിനന്റ് അല്ലിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് AB ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. എന്നാൽ ഈ 2 അല്ലിലും ഡോമിനന്റ് അല്ലിലില്ല, റിസസീവ് അല്ലിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ വ്യക്തിയിൽ ഈ ആന്റിജൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല, എയും ബിയും പ്രൊഡ്യൂസ് ചെയ്യില്ല. അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ് ആയിരിക്കും, രണ്ടുമില്ല. അപ്പൊ അതിന്റെ ഒരു ജീനോ ടൈപ്പുകൾ നമുക്കൊന്ന് നോക്കാം. ദ അലിൽസ് IA, IB produce different sugars, while the allele I does not produce any sugar. നേരത്തെ നമ്മൾ കണ്ടു. IA എന്ന് പറയുന്ന അല്ലില് ആന്റിജൻ എ പ്രൊഡ്യൂസ് ചെയ്യും, IB എന്ന് പറയുന്ന അല്ലില് ആന്റിജൻ ബി പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ സ്മോൾ ഐ എന്ന് പറയുന്ന അല്ലില്, റിസസീവ് അല്ലില്, ഒരു ഷുഗറും പ്രൊഡ്യൂസ് ചെയ്യില്ല. ഈച്ച് പേഴ്സൺ ഹാസ് എനി 2 ഓഫ് ദീസ് 3 അലിൽസ്. ഓരോ വ്യക്തിയിലും ഇതില് ഏതെങ്കിലും 2 അലിൽ ഉണ്ടാകും. ബോത്ത് IA ആൻഡ് IB ആർ ഡോമിനന്റ് ഓവർ സ്മോൾ ഐ. If IA and small I together present in a person, only IA express. നോക്കൂ, ജീനോടൈപ്പ് നോക്കൂ. അപ്പൊ പാരന്റിൽ നിന്നും കിട്ടുന്ന, ഫാദറിൽ നിന്നും കിട്ടുന്ന അലില് IA, മദറിൽ നിന്നും കിട്ടുന്ന അലിൽ IA, രണ്ടും ഒരുപോലത്തെ അലിൽ കിട്ടുകയാണെങ്കിൽ ആ ആളിന്റെ ജീനോടൈപ്പ്, ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന ജീനോടൈപ്പ് IA. സോ ദ റിസൾട്ടന്റ് ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബി എ ഗ്രൂപ്പ്. ഇനി ഫാദറിൽ നിന്നും കിട്ടുന്നത് IA, മദറിൽ നിന്നും കിട്ടുന്നത് IB ആണെന്ന് വിചാരിക്കുക. രണ്ടും ഡിഫറന്റ് അല്ലിലാ കിട്ടുന്നത്, പക്ഷെ രണ്ടും ഡോമിനന്റ് ആണ്. IAയും ഡോമിനന്റ് ആണ്, IBയും ഡോമിനന്റ് ആണ്. അപ്പൊ ഇവിടെ IA, IB 2 ഡോമിനന്റ് അല്ലിൽ കിട്ടുകയാണ്. അപ്പൊ അവിടെ എന്താണ്? AB ബ്ലഡ് ഗ്രൂപ്പ് വരുന്നു. A ആന്റിജനും പ്രൊഡ്യൂസ് ചെയ്യുന്നു, B ആന്റിജനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആളിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB ആയിരിക്കും. അപ്പൊ ഇവിടെ രണ്ടും ഒരുപോലെ ഡോമിനേറ്റ് ചെയ്യുകയാണ്. സോ ദിസ് ഫിനോമിനൻ ഈസ് നോൺ എസ് കോഡോമിനൻസ്. ഇപ്പൊ AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോഡോമിനന്റ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്. AB ബ്ലഡ് ഗ്രൂപ്പ് ഒരുപോലെ രണ്ടും ഡോമിനേറ്റ് ചെയ്യുന്നു. ഇനി നോക്കൂ, ഒരാളിന് കിട്ടുന്നത് IA, ഇനി ഫാദറിൽ നിന്നും കിട്ടുന്നത് IA, മദറിൽ നിന്നും കിട്ടുന്നത് അതിന്റെ റിസസീവ് അല്ലിലായ സ്മാൾ ഐ ആണ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. എങ്കില് ജീനോടൈപ്പ് എന്തായിരിക്കും? IA, സ്മോൾ ഐ. പക്ഷെ ഇവിടെ ഡോമിനന്റ് അല്ലിൽ ഉള്ളത് കൊണ്ട് ക്യാരക്ടർ എന്തായിരിക്കും? എ ഗ്രൂപ്പ് ആയിരിക്കും.
റിസസീവിന്റെ ക്യാരക്ടർ നോക്കുന്നില്ല. ഇവിടെ ഡോമിനന്റ് അലിൽ ഉള്ളത് കൊണ്ട് അവിടെ എ ഗ്രൂപ്പ് ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അലിൽ ഫ്രം ഫാദർ IB, അലിൽ ഫ്രം ഫാദർ മദർ IA. ഇതിൽ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. AB ബ്ലഡ് ഗ്രൂപ്പ് തന്നെ, IA IB AB ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ഇവിടെ IB ഫാദറിൽ നിന്നും കിട്ടുന്നു, മദറിൽ നിന്നും സെയിം അലിൽ കിട്ടുന്നു, ഇതുപോലെ എ ഗ്രൂപ്പ് കിട്ടിയതുപോലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ബ്ലഡ് ഗ്രൂപ്പ് IB, ജീനോടൈപ്പ് IB ബ്ലഡ് ഗ്രൂപ്പ് B ഗ്രൂപ്പ്. ഇനി ഫാദറിൽ നിന്നും IB കിട്ടുന്നു, മദറിൽ നിന്നും അതിന്റെ റിസസീവ് അലിൽ എ ഗ്രൂപ്പിൽ ഇവിടെ പറഞ്ഞതുപോലെ. അപ്പൊ എങ്ങനെയാണ് IB സ്മാൾ I, ഡോമിനന്റ് അലിൽ B ഉള്ളത് കൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് B ആയിരിക്കും. ഇനി അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫാദറിൽ നിന്നും റിസസീവ് അലിൽ സ്മാൾ I കിട്ടുന്നു, മദറിൽ നിന്നും റിസസീവ് അലിൽ സ്മാൾ I കിട്ടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടിയുടേത് രണ്ടും റിസസീവ് അലിലാണ്, സ്മാൾ I ആണ്. അതുകൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? O ഗ്രൂപ്പ് ആയിരിക്കും. ഈ രീതിയിലാണ് ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീനോടൈപ്പ് നിർണ്ണയിക്കപ്പെടുന്നത്. ഏത് ഡോമിനന്റ് അലിൽ കിട്ടുന്നുവോ ആ ഗ്രൂപ്പ് ഉണ്ടാകും. ഡോമിനന്റ് അലിൽ IA കിട്ടുന്നെങ്കിൽ എ ഗ്രൂപ്പ് ആയിരിക്കും. ഡോമിനന്റ് അലിൽ IB കിട്ടുന്നെങ്കിൽ B ഗ്രൂപ്പ് ആയിരിക്കും. എന്നാൽ IAയും IBയും കിട്ടുന്നുവെങ്കിൽ അവിടെ കോ ഡോമിനൻസ് ഫിനോമിനൻ വരുന്നു. IA IB AB ഗ്രൂപ്പ് വരുന്നു. ഇനി കിട്ടുന്നത് രണ്ടും റിസസീവ് അലിലാണെങ്കിൽ അവിടെ റിസസീവ് ക്യാരക്ടർ O ബ്ലഡ് ഗ്രൂപ്പ് വരുന്നു. But when IA and IB are together present, they both express their own type of sugars. This is because of codominance. Hence, red blood cells have both A and B types of sugars. Since there are 3 different alleles, there are 6 different combinations. 3 alleles ഉണ്ടെങ്കിൽ നമുക്കിവിടെ 6 combinations ഉണ്ടാകും. അതുകൊണ്ട് 6 ജീനോടൈപ്പും ഉണ്ടാകും. അപ്പോൾ more than 2 alleles governing the same character is called multiple alleles. ഈ ഒരു പേര് കൂടെ ഓർക്കുക. ഒരു ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് 2 അലിൽസിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ ഫിനോമിനെ നമ്മൾ മൾട്ടിപ്പിൾ അലിലിസം എന്ന് വിളിക്കും. ആ അലിൽസിനെ മൾട്ടിപ്പിൾ അലിൽസ് എന്ന് പറയും, ആ ഫിനോമിനെ മൾട്ടിപ്പിൾ അലിലിസം എന്ന് വിളിക്കും. അപ്പോ മൾട്ടിപ്പിൾ അലിലിസത്തിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ. മനുഷ്യരിലെ ബ്ലഡ് ഗ്രൂപ്പ് മൾട്ടിപ്പിൾ അലിൽസിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. The gene I has 3 alleles, IA, IB and small I. In an individual, only 2 alleles can be present. ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇതിലേതെങ്കിലും 2 എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന്റെ ജീനോടൈപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ IA ഒരു ജീനോടൈപ്പാണ്, IA സ്മാൾ I മറ്റൊരു ജീനോടൈപ്പാണ്. ഇത് രണ്ടും എ ഗ്രൂപ്പാണ്. IB മറ്റൊരു ജീനോടൈപ്പ് IB സ്മാൾ I, ഇത് രണ്ടും B ഗ്രൂപ്പാണ്. ഇനി IA IB വരുമ്പോ AB ഗ്രൂപ്പാണ്, സ്മാൾ I വരുമ്പോ O ഗ്രൂപ്പാണ്. അപ്പൊ എ ഗ്രൂപ്പിന് 2 ജീനോടൈപ്പ് ഉണ്ട്, IA സ്മാൾ I. B ഗ്രൂപ്പിനും 2 ജീനോടൈപ്പ് ഉണ്ട്, IB സ്മാൾ I. AB ഗ്രൂപ്പിന് ഒറ്റ ജീനോടൈപ്പേ ഉള്ളൂ, IA IB. O ഗ്രൂപ്പിന് ഒറ്റ ജീനോടൈപ്പേ ഉള്ളൂ, സ്മാൾ I. ഈ രീതിയിലുള്ള മൾട്ടിപ്പിൾ അലിൽസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോപ്പുലേഷൻ സ്റ്റഡീസ് നമുക്ക് അനലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർക്കുക. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ജനറ്റിക് ക്രോസുകൾ നമുക്ക് പരിചയപ്പെടാം. ഫാദറിന്റെയും മദറിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ച് എങ്ങനെയാണ് കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പിന് മാറ്റമുണ്ടാകുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നു, ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫാദർ ആൻഡ് മദർ ഈസ് എ. അച്ഛന്റെയും അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. വാട്ട് ആർ ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദെയർ ചിൽഡ്രൻ? അവരുടെ കുട്ടികൾക്ക് എന്ത് ബ്ലഡ് ഗ്രൂപ്പാണ് വരാൻ സാധ്യത? അച്ഛനും അമ്മയും എ ഗ്രൂപ്പ് ആയതുകൊണ്ട് മക്കളെല്ലാം എ ഗ്രൂപ്പ് ആയിരിക്കുമോ? എന്താണ് പോസിബിലിറ്റി നോക്കാം. ജീനോടൈപ്പ് ഓഫ് ഫാദർ പോസിബിലിറ്റി എന്താണ്? എ ഗ്രൂപ്പ് ബ്ലഡ് ആണുള്ളത് എങ്കിൽ ഈ ജീനോടൈപ്പ് വരാം അല്ലെ. 2 ഡോമിനന്റ് അലിൽ IA എന്നുള്ള 2 ഡോമിനന്റ് അലിൽ വന്ന എ ഗ്രൂപ്പ് ആകാം. അല്ലെങ്കിൽ IAയും സ്മാൾ Iയും വന്നാലും എന്താകാം? എ ഗ്രൂപ്പ് ആകാം. ഒരു ഡോമിനന്റ് അലിലും ഒരു റിസസീവ് അലിലും വന്നാലും എ ഗ്രൂപ്പ് ആകാം. സെയിം ഈസ് ദ കേസ് ഓഫ് മദർ ആൾസോ, IA ഓർ IA സ്മാൾ I. ഇനി ഇതിൽ നിന്ന് ഗമീറ്റ്സ് ഉണ്ടാകുമ്പോൾ
ഗമീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ ഗമീറ്റ്സ് ഉണ്ടാകാം? ഇവിടെ IA രണ്ട് അലീൽസ് ആണുള്ളത്. അതിൽ നിന്നും ഒറ്റ ഗമീറ്റ്, ഒരു ടൈപ്പ് ഗമീറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, IA. ഇനി ഇതിൽ വരുമ്പോൾ ഇതാണ് ജീനോടൈപ്പ് എങ്കിൽ, ഫാദറിന്റെ ജീനോടൈപ്പ് ഇതാണെങ്കിൽ അവിടെ എന്താണ്? ഈ ഒരു ഗമീറ്റ് വരാം, ഇതും വരാം അല്ലേ? ഇതാണ് ജീനോടൈപ്പ് എങ്കിൽ IA വരാം, ഈ സ്മോൾ ഐയും വരാം. സെയിം ഈസ് ദ കേസ് ഇൻ ദ കേസ് ഓഫ് മദർ ആൾസോ, IAയും Iയും വരാം. അപ്പൊ ഗമീറ്റ്സ് മനസ്സിലായല്ലോ. അപ്പൊ എ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എ ഗ്രൂപ്പിൽ ഇതേ ടൈപ്പ് ജീനോടൈപ്പ് ആണെങ്കിൽ IA എന്നുള്ള ഒരു ഗമീറ്റ് മാത്രം ഉണ്ടാകാം. ഇതാണ് ജീനോടൈപ്പ് എന്നെങ്കിൽ ഈ ഗമീറ്റും ഉണ്ടാകാം, ഈ ഗമീറ്റും ഉണ്ടാകാം. ഇനി ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ നോക്കാം. ഈ IA എന്ന് പറയുന്ന ഈ മെയിൽ ഗമീറ്റ് ഈ IA എന്ന് പറയുന്ന ഫീമെയിൽ ഗമീറ്റുമാണ് ഫ്യൂസ് ചെയ്യുന്നത്. ഈ സ്പേമും ഈ എഗ്ഗുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന സൈഗോട്ടില് IA ആയിരിക്കും. അവിടെ സംശയമില്ല, അത് എ ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഈ സ്പേമ ഈ എഗ്ഗുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. IA സ്മാൾ ഐയുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. അവിടെ എന്താണെങ്കിൽ IAയും സ്മാൾ ഐ. അപ്പൊ ഇവിടെയും ഡോമിനന്റ് അലിൽ എ ഉണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും? ബ്ലഡ് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. ഇനി ഈ സ്മോൾ ഐ വരുന്ന ഗമീറ്റ് ഈ സ്മോൾ ഐയുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എന്ത് കിട്ടുന്നു? സ്മോൾ ഐ എന്ത് കിട്ടുന്നു? O ഗ്രൂപ്പ് കിട്ടുന്നു. ഈ സ്മോൾ ഐ ഈ IA ഫ്യൂസ് ചെയ്താലും IA സ്മോൾ ഐ തന്നെ ഇത് തന്നെ കിട്ടും, എ ഗ്രൂപ്പ് തന്നെ കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എയും മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒരേ ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പാണ്. പക്ഷെ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് എ ഗ്രൂപ്പ് മാത്രമല്ല, എന്തിനും സാധ്യതയുണ്ട്? O ഗ്രൂപ്പിനും സാധ്യതയുണ്ട്. ഇപ്പൊ ഫാദറിന്റെയും മദറിന്റെയും ജീനോടൈപ്പ് IA സ്മാൾ ഐ ആണെങ്കിൽ ഇതാണ് ഫാദറിന്റെ ജീനോടൈപ്പ്, ഇതാണ് മദറിന്റെ ജീനോടൈപ്പ് എങ്കിൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് എ ഗ്രൂപ്പും ഉണ്ടാകാം, O ഗ്രൂപ്പും ഉണ്ടാകാം. If the blood group of father and mother is A, the possible blood group of their children are A and O. ഇനി അടുത്തൊരു ക്രോസ് നോക്കാം. The blood group of father is A and mother is B. What are the possible blood group of their children? ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് A, മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് B. അങ്ങനെയാണെങ്കിൽ അവരുടെ കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? എ ഗ്രൂപ്പ് ആണെങ്കിൽ ജീനോടൈപ്പ് നേരത്തെ പറഞ്ഞു നമ്മൾ IA വരാം, അല്ലെങ്കിൽ IA സ്മാൾ ഐയും വരാം. ഇനി മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് B ആണെങ്കിൽ IB വരാം, അല്ലെങ്കിൽ IB സ്മാൾ ഐയും വരാം. ഇനി ഗമീറ്റ്സ് ഉണ്ടാകുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഗമീറ്റ്സ് ഉണ്ടാകാം? ഈ IAയുടെ ഒരു ഗമീറ്റ് ഉണ്ടാകാം, സ്മാൾ ഐയുടെ ഗമീറ്റ് ഉണ്ടാകാം. ഇവിടെ അതുപോലെ IBയുടെ ഗമീറ്റ് ഉണ്ടാകാം, സ്മാൾ ഐയുടെ ഗമീറ്റ് ഉണ്ടാകാം. ഇനി ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ IA ഈ IBയുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ IB, എയും ബിയും വരുന്നത് കൊണ്ട് കോഡോമിനൻസ് ആണ്, AB ഗ്രൂപ്പ് ആയിരിക്കും. IA ഈ സ്മാൾ ഐയുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ IA സ്മാൾ ഐ, ഡോമിനന്റ് അലിൽ A ഉള്ളത് കൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് A ആയിരിക്കും. ഇനി ഈ സ്മാൾ ഐ ഈ ബിയുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ IB സ്മാൾ ഐ, ഡോമിനന്റ് അലിൽ B ഉള്ളത് കൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് B ആയിരിക്കും. ഇനി സ്മാൾ ഐ ക്രോസ്ഡ് വിത്ത് സ്മാൾ ഐ, രണ്ടും സ്മാൾ ഐ, O ഗ്രൂപ്പ്. അപ്പൊ എന്ത് മനസ്സിലാക്കി? ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എയും മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബിയും ആണെങ്കിൽ എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അവിടെ എല്ലാ പോസിബിലിറ്റിയും വരികയാണ്. AB ഗ്രൂപ്പ് വരാം, എ ഗ്രൂപ്പ് വരാം, B ഗ്രൂപ്പ് വരാം, O ഗ്രൂപ്പും വരാം. ഇപ്പൊ ഫാദറിന്റെ ജീനോടൈപ്പ് IA സ്മാൾ ഐയും മദറിന്റെ ജീനോടൈപ്പ് IB സ്മാൾ ഐയും ആണെങ്കിൽ ഈ പോസിബിലിറ്റീസ് എല്ലാം വരും. എ ഗ്രൂപ്പ് വരാം, B ഗ്രൂപ്പ് വരാം, O ഗ്രൂപ്പ് വരാം, AB ഗ്രൂപ്പ് വരാം. If the blood group of father is A and mother is B, the possible blood group of their children are A, B, AB and O. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം.
The blood group of father and mother is O. What are the possible blood group of their children? ഫാദറിന്റെയും മദറിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് O ആണെങ്കിൽ കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കാം? പോസിബിൾ ജീനോടൈപ്പ് ഓഫ് ഫാദർ, ഒറ്റ ബ്ലഡ് ഗ്രൂപ്പ്, ഒറ്റ ജീനോടൈപ്പേ വരുള്ളൂ അല്ലെ? O ഗ്രൂപ്പ് ആകുമ്പോൾ സ്മാൾ ഐ. പോസിബിൾ ജീനോടൈപ്പ് ഓഫ് മദർ O ഗ്രൂപ്പ് ആണെങ്കിൽ സ്മാൾ ഐ. ഗമീറ്റ്സ് ഉണ്ടാകുമ്പോൾ ഒറ്റ ഗമീറ്റ്, ഒരു ടൈപ്പ് ഗമീറ്റ് മാത്രം, സ്മാൾ ഐയുടെ ഗമീറ്റ് മാത്രം, മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും അതുപോലെ സ്മാൾ ഐയുടെ ഗമീറ്റ് മാത്രം. അപ്പോൾ പോസിബിലിറ്റി എന്താണ്? സ്മാൾ ഐ തങ്ങളിൽ കോമ്പിനേഷൻ നടന്ന് സ്മാൾ ഐ O ഗ്രൂപ്പ്. അപ്പൊ O ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒറ്റ സാധ്യതയേ ഉള്ളൂ. ഫാദറിന്റെയും മദറിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ് ആണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ് തന്നെ ആയിരിക്കും, മറ്റൊരു ബ്ലഡ് ഗ്രൂപ്പിനും സാധ്യതയില്ല. If the blood group of father and mother is O, the possible blood group of their children are only O group. ഇനി നമുക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പരിഗണിക്കാവുന്ന സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ് എന്താണെന്ന് പരിചയപ്പെടാം. സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ്. A single gene product may produce more than one effect. Substantiate the statement. ഒരു സിംഗിൾ ജീനിന്റെ പ്രോഡക്റ്റിന് ഒന്നിലധികം എഫക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. നോക്കാം. സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ് ഈസ് കൺട്രോൾഡ് ബൈ ഓൺ ജീൻ. ഒരു ജീനാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ ഡോമിനന്റ് ജീൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിന്റെ റിസസീവ് ജീനിനെ സ്മാൾ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. രണ്ട് ഡോമിനന്റ് അല്ലിലും ഉണ്ടെങ്കിൽ, രണ്ടും ക്യാപിറ്റൽ ബി ആണെങ്കിൽ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും. രണ്ടും സ്മാൾ ബി ആണെങ്കിൽ സ്മാൾ സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും. ഇത് ഡോമിനന്റ് ക്യാരക്ടർ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻ ഡോമിനന്റ് ക്യാരക്ടർ, സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻ റിസസീവ് ക്യാരക്ടർ. ഇനി ഡോമിനന്റ് അല്ലിലും റിസസീവ് അല്ലിലും വരുന്നുവെങ്കിൽ അവിടെ കിട്ടുന്നത് ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ആണ്. ഡോമിനന്റ് ക്യാരക്ടറും അല്ല, റിസസീവ് ക്യാരക്ടറും അല്ല. അതൊരു ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ആകുന്നത് കൊണ്ട് അതിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിശേഷിപ്പിക്കാം. സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ് കൺട്രോൾ ചെയ്യുന്ന ജീന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നു. ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻ ക്യാപിറ്റൽ ബി ആണെങ്കിൽ അവിടെ ലാർജ് റൗണ്ട് ഷേപ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും. എന്നാൽ സ്മാൾ ബി ആണെങ്കിൽ അവിടെ സ്മാളും റിങ്കിൾഡും ആയിരിക്കും സ്റ്റാർച്ച് ഗ്രെയിൻ. പക്ഷെ ഇത് രണ്ടും വരുമ്പോൾ, ഡോമിനന്റും റിസസീവും വരുമ്പോൾ അവിടെ ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിതിനെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സി ഈസ് കൺട്രോൾഡ് ബൈ ടു alleles, ക്യാപിറ്റൽ ബി ആൻഡ് സ്മാൾ ബി. Starch is synthesized effectively by capital B homozygotes, and therefore large starch grains are produced. Large starch grain produced. In BB homozygotes, small b homozygotes have lesser efficiency in starch synthesis and produce smaller starch grains. ഇവിടെ smaller starch grain ആണ് produce ചെയ്യുന്നത് small b വരുമ്പോൾ. After maturation of the seeds, BB seeds are round. അപ്പൊ ആ സീഡ് മെച്യൂർ ചെയ്യുമ്പോൾ BB സീഡ്സ് എന്തായിരിക്കും? റൗണ്ട് ആയിരിക്കും. എന്നാൽ സ്മാൾ BB സീഡ്സ് റിങ്കിൾഡ് ആയിരിക്കും. ഇതുപോലെ റിങ്കിൾഡ് ആയിരിക്കും സ്മാൾ BB സീഡ്സ്. ഹെട്രോസൈഗോട്സ് പ്രൊഡ്യൂസ് റൗണ്ട് സീഡ്സ് ആൻഡ് സോ B സീംസ് ടു ബി ഡോമിനന്റ് allele. അപ്പൊ ഹെട്രോസൈഗോട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റൗണ്ട് സീഡ് ആണ്. So B can be considered as the dominant allele. But the starch grains produced are of intermediate size in BB seeds. So ഇവിടെ പക്ഷേ ഇന്റർമീഡിയറ്റ് സൈസ് ആണ്. സോ ഇഫ് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫിനോടൈപ്പ്, ഇതിന്റെ സൈസ് ആണ് ഫിനോടൈപ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, then from this angle the allele shows incomplete dominance. അപ്പൊ ഈ ആംഗിളിൽ നമുക്ക് അലിലിനെ എന്ത് പറയാം? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നു എന്ന് പറയാം. Starch synthesis in pea seeds can be considered as an example for incomplete dominance. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. For video lessons, please subscribe TLP's biology classes. Thank you.